ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്നാക്കായിട്ടും അതുപോലെ സ്വീറ്റായിട്ടും കഴിക്കാം. ചായക്കടകളിലും ബേക്കറികളിലൊക്കെ കാണുന്ന പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ചേർക്കാം. അപ്പോൾ ആദ്യം അതൊന്ന് ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം ചേർക്കുക. ഇനി ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുന്ന രീതിയിൽ അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയിൽ ചെയ്യണമെന്നില്ല. എല്ലാം കൂടിയിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് പഞ്ചസാര നന്നായി അലിഞ്ഞ് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മളിത് മിക്സിയിൽ ചെയ്തെടുത്തത്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പാൽ കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതൊരു മധുരമുള്ള പലഹാരമാണല്ലോ, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. അതിനുശേഷം ഇതിലേക്കൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. പാൽ കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഇവിടെ ഇപ്പോൾ ഏലക്കും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടിയിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയും പഞ്ചസാരയും എണ്ണയും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ആ രീതിയിൽ കുഴച്ചെടുക്കാൻ നമുക്ക് ഈ ഒരു നനവ് മതിയാവില്ല. അതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറച്ച് ചെറിയ ചൂടുള്ള പാല് ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാല് ചേർത്ത് കുഴക്കുകയാണെങ്കിൽ പാൽ കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് പാലാണ് ചേർത്തിരിക്കുന്നത്. അതായത് ഒരു 3.5 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് പാലിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒരുപാട് കനം കുറയാതെ ചെറുതായിട്ടൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം പരത്താൻ. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഒരേ വലുപ്പത്തിൽ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് വീണ്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 2-3 പീസസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ടാണ് വേണ്ടത്. അതിനുശേഷം ആ 4 എഡ്ജസും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഈ അറ്റത്തുള്ള പീസസും അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. പറ്റുന്ന രീതിയിലൊന്നും അങ്ങോട്ട് ഷേപ്പാക്കി എടുത്താൽ മതി. ഇനി ഈ മാവ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളൂ. കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നാൽ മതി. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം നല്ല ചൂടോട് കൂടിയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി പാൽ കേക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വറക്കുമ്പോൾ നമ്മൾ എണ്ണയുടെ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വെട്ട് കേക്കൊക്കെ വറുത്തെടുക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. എണ്ണയ്ക്ക് ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ആ പുറംഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതെയാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 6-7 മിനിറ്റ് സമയമെടുക്കും ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരാൻ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ 2 സൈഡും നല്ല കളറായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇനി ഇത് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഷുഗർ സിറപ്പിൽ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ സിറപ്പിനും അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം. ചൂടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ചൂടുള്ള സിറപ്പിൽ ഇട്ട് കൊടുത്താലാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആ സിറപ്പ് നന്നായിട്ട് അബ്സോർബ് ആവുള്ളൂ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്നും അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ഇതിൽ തന്നെ ഇട്ട് വയ്ക്കാം. 10 മിനിറ്റ് കൊണ്ടൊക്കെ സിറപ്പ് ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ജ്യൂസി ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ 1 മണിക്കൂർ വരെയൊക്കെ സിറപ്പിൽ തന്നെ ഇട്ട് വയ്ക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ആ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാൽ കേക്ക് ഷുഗർ സിറപ്പിൽ കിടന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്